നമസ്കാരം. ഡെയിലി 10 PYQ PSC ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സീരീസിലേക്ക് സ്വാഗതം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ആന്ധ്രാപ്രദേശാണ്. ഉത്തരം ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. രണ്ടാമത്തെ ചോദ്യം, ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? അതിന് ഉത്തരം ഓപ്ഷൻ എ PSLV. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളാണ് PSLVയുടെ ഫുൾ ഫോം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തൊട്ടടുത്ത വർഷം 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 2012 മുതൽ 17 വരെ ആയിരുന്നു. ഇതിന് ശേഷമാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ഇല്ല. കേരളത്തിലുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ഇതിൻ്റെ കീഴിൽ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി വരുന്നില്ല. പകരം നമുക്ക് നീതി ആയോഗ് ആണ് ഉള്ളത്. നാലാമത്തെ ഓപ്ഷൻ, സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായവ ഏതെല്ലാം എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ 1, 2, 4 ശരിയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 1, 2, 4 ശരിയാണ്. നാലാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അത്ഭുതപൂർവമായി വർദ്ധിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എല്ലാ കാർഷിക വിളകളും എന്ന് നമുക്കവിടെ പറയാനായിട്ട് സാധിക്കില്ല. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ HYV ഉപയോഗിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും വളരെ ശരിയാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പം വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1 മാത്രം എന്ന് പറയുന്ന ഓപ്ഷനാണ്. അഞ്ചാമത്തെ ചോദ്യം, G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നായിരുന്നു ചോദ്യം. G20 2023 ഉച്ചകോടി ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. നമുക്കറിയാം, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മോട്ടോ എന്തായിരുന്നു? വസുദൈവ കുടുംബകം എന്നതായിരുന്നു മോട്ടോ. G20 2023 നടന്ന G20 ഉച്ചകോടിയുടെ മോട്ടോ വസുദൈവ കുടുംബകം എന്നതായിരുന്നു എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അതെ, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായവ ഏത് എന്നതായിരുന്നു ചോദ്യം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി എല്ലാം 1, 2, 3, 4 ശരിയാണ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്ന നിരക്കാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഉത്തരം. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ
റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയ വർഷം. ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയ വർഷം 1881 ആണ് ഉത്തരം. 1881 ഇന്ത്യയിൽ സെൻസസ് തുടങ്ങുന്നത്. ചരക്ക് സേവന നികുതി GST എന്നാൽ ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്നാൽ പ്രത്യക്ഷ നികുതി മാത്രം. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ചേർന്നത്. പ്രത്യക്ഷ നികുതിയും ഭൂനികുതിയും ചേർന്നത്. ഓപ്ഷൻ ഡി പരോക്ഷ നികുതി മാത്രം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പരോക്ഷ നികുതി മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. 9ാമത്തെ ചോദ്യം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹോക്കി, ക്രിക്കറ്റ്, കബഡി. ബി റോവിംഗ്, ചെസ്, ഗോൾഫ്. സി ആർച്ചറി, ബാഡ്മിൻ്റൺ, അത്ലറ്റിക്സ്. ടെന്നീസ്, സ്ക്വാഷ്, ഷൂട്ടിംഗ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ റോവിംഗ്, ചെസ്, ഗോൾഫ് എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം 10ാമത്തെ ചോദ്യം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഓപ്ഷൻ എ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓപ്ഷൻ ബി നെഹ്റു കമ്മിറ്റി. ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ. ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൺ കമ്മിറ്റി. ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ ആണ് ഉത്തരം. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. ഇതായിരുന്നു ഇന്നത്തെ 10 ചോദ്യങ്ങൾ. അടുത്ത 10 ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.